അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ തൃശൂർ ചൂണ്ടലിൽ ജാഗ്രതാ നിർദ്ദേശം. ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ഇറങ്ങുന്നതിനാണ് വിലക്ക് വന്നിരിക്കുന്നത്. തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലാണ് ക്ഷേത്രക്കുളങ്ങളിൽ 3 ക്ഷേത്രക്കുളങ്ങളിൽ ആളുകൾക്ക് ഇറങ്ങുന്നതിന് ഇപ്പോൾ ഒരു ഇറങ്ങരുത് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാട്ടിൽ പലയിടങ്ങളിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട രോഗവുമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതലായും പൊതുകുളങ്ങളിൽ നിന്നും ക്ഷേത്രക്കുളങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നീന്തൽ കുളങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ രോഗം പടരുന്നത് എന്നുള്ളൊരു വിവരം നമുക്ക് ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തായങ്കാവ് ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളത്തിൽ നിന്ന് കുളിച്ചവരെന്ന് സംശയിക്കുന്ന 2 പേർക്ക് ഇത്തരത്തിൽ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരമല്ല, പക്ഷേ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പരിശോധന ആക്കി ഇവരുടെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ആ സാമ്പിൾ നെഗറ്റീവാണ് ആയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ചൂണ്ടൽ പഞ്ചായത്തിൽ ഈ കുളങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷയാണ് ചേരുന്നത്. പൊതുവായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളങ്ങളാണ്. നീന്തൽ കുളങ്ങളിലൂടെ മറ്റ് രോഗാവസ്ഥകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത. ഏതൊക്കെ കുളങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? തായങ്കാവ്, പെലക്കാട്ട് പയ്യൂർക്കാവ് എന്നീ ക്ഷേത്രകുളങ്ങൾ, അതുപോലെ പൊതുവായിട്ടുള്ള എല്ലാ നീന്തൽ സാധ്യതയുള്ള സ്ഥലങ്ങളും തന്നെ നമ്മൾ ജാഗ്രതാ നിർദ്ദേശമായി ഈ 3 സ്ഥലത്തും ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 3 കുളങ്ങളിലെ വെള്ളം നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടോ? വെള്ളം നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുളം തുറന്നു കൊടുക്കും. എല്ലാ കുളങ്ങളും മാത്രമല്ല, നമ്മുടെ ഓരോ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് തലത്തിലും കിണർ ക്ലോറിനേഷൻ, അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു കുളത്തിലെ വെള്ളം പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ വെള്ളത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ ഇത് ആളുകൾക്ക് കുളിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്യും. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.